ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫുൾ ഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 4:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. കാരണം ഏട്ടന് മോർണിംഗ് ആണ് പോകേണ്ടത്. അപ്പോൾ ചേട്ടനൊരു 5:20 ആകുമ്പോൾ പോയാൽ മതി. എന്നാലൊരു 4:30 ആകുമ്പോൾ നമ്മൾ എണീറ്റാലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അമ്മ കറി, അതായത് അപ്പത്തിനുള്ള കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അപ്പം കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കി പഠിക്കാനൊക്കെ ഇരിക്കാമെന്ന്. പൊതുവെ ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് രാവിലെ ഞാൻ എണീറ്റാലും അധികം അങ്ങനെ കിച്ചണിൽ എന്താ പറയുക ഇതൊന്നും ചെയ്യാൻ പോകാറില്ല. ഞാൻ എൻ്റേതായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ തിരക്കായിരിക്കും. കാരണം അമ്മ വളരെ ക്വിക്കായിട്ട് കറികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വെക്കും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അമ്മ പറയും എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പോയിരുന്ന് പഠിച്ചു എന്ന് പറയും കേട്ടോ. കാരണം രാവിലെ എണീക്കുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. വാവയാണേലും ഉറക്കമായിരിക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്ന് അമ്മ എണീറ്റ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇന്ന് വയ്യായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പനിയുടെ ഒരു ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. പനി മാറിയായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞെങ്കിൽ പിന്നെ അമ്മ പോയി കിടന്നോ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയോട് പോയി കിടന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഏട്ടന് ചായയൊക്കെ കൊടുത്തു. അതേപോലെ അപ്പം ഉണ്ടാക്കി. പിന്നെ കറി അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കറിയും ഒക്കെ എടുത്ത് ഏട്ടന് കൊടുത്തു. അതിനോടൊപ്പം ആ ഒരു സമയത്ത് ഞാനും ഒരു ചെറിയ കട്ടൻ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ദേ ഏട്ടൻ പോകാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കും ഏട്ടൻ ഇവിടുന്ന് എറണാകുളം വരെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത് എങ്ങനെയാണെന്ന്. എനിക്കാണെങ്കിൽ ചില ദിവസങ്ങളിൽ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ മഴ പെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. അപ്പം തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കൊച്ചു വെളുപ്പാങ്കാലത്തൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി. ഞാൻ അതിന് ശേഷം പഠിക്കാൻ വന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു ഞാൻ പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ഞാനിപ്പോൾ 1 വീക്കിലേക്ക് വേണ്ടിയിട്ട് 2 സബ്ജക്റ്റ് അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ ഒരു വീക്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയും പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലോസ് ഉണ്ടല്ലോ അതുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒരുപാട് സമയം പഠിക്കാൻ കിട്ടുന്നില്ല. ഇപ്പോൾ മാക്സിമം ഞാൻ ഡെയിലി കുറച്ച് സമയമെങ്കിലും പഠിക്കാൻ നോക്കാറുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പം ഞാൻ വിചാരിക്കും ഒരു 10 ക്വസ്റ്റ്യനെങ്കിൽ 10 ക്വസ്റ്റ്യൻ അത്രയും പഠിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ PSC ക്ലൈംബർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ PYQs ക്ലാസ് പോലെ ഇടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആ ചാനൽ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു PSC ചാനൽ എന്നുള്ള രീതിയിൽ വളർത്തണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ ആക്ച്വലി അത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ചാനലാണ് കേട്ടോ. കാരണം എൻ്റെ റിവിഷൻ ഒക്കെ ശരിക്കും ആ ചാനൽ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വോയിസിൽ തന്നെ കേൾക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ടെലിഗ്രാമിൽ ചില വോയിസ് നോട്ടുകളൊക്കെ സബ്ജക്റ്റ് വൈസ് പ്രിപ്പയർ ചെയ്തിട്ടിട്ടുണ്ട്. അതല്ലാതെ PYQs പഠിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണെന്ന് റീസെൻ്റ് ആയിട്ടുള്ള കുറേ എക്സാംസ് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാനിപ്പോൾ PYQs പഠിച്ച് തുടങ്ങിയിട്ട് ഒരു മാസമായി. അപ്പോൾ തന്നെ ഓരോ എക്സാംസ് വരുമ്പോഴത്തേക്കും ശരിക്കും കണക്റ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പം 25-ൽ നടന്ന പരീക്ഷകളിലേക്ക് മാത്രമല്ല, 24-ൽ നടന്ന പരീക്ഷകളിൽ നിന്നും ഒക്കെ 25-ൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു കണക്റ്റഡ് ഏരിയാസ് പഠിച്ചു പോയാൽ തന്നെ ഒരുവിധം നമുക്ക് മാർക്ക് കിട്ടാനുള്ളതൊക്കെ അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു PYQ ക്ലാസ് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ PSC ക്ലൈംബർ എന്ന് പറയുന്ന ചാനലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അത് വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് കേട്ടോ പേഴ്സണലി ഉള്ള എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് മറ്റ് ചാനൽസിനെയൊക്കെ നിങ്ങൾ അതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. എന്തായാലും PYQs പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും ചാനലിനെ ഡിപ്പെൻഡ് ചെയ്തത് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ ആ ഒരു നോട്ടൊക്കെ എഴുതി. അതിനുശേഷം അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് കായാണ് കേട്ടോ, അതായത് പച്ചക്കായ ഉണ്ടല്ലോ അതാണ് തോരൻ വെക്കുന്നത്. അപ്പോൾ അത് അമ്മ തലേദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഞാനത് തോരൻ വെച്ചു. പിന്നെ അതേപോലെ ചായ ഉണ്ടാക്കി. ചായ എന്ന് പറയുന്നത് ഇവിടെ അച്ചമ്മ ചായ മാത്രമേ കുടിക്കുള്ളൂ, കാപ്പി ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് കാപ്പി ഇഷ്ടമാണ്, അമ്മയ്ക്ക് കാപ്പി ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചമ്മയ്ക്ക് മാത്രം കുറച്ച് ചായ ഉണ്ടാക്കി, പിന്നെ എനിക്കും അമ്മയ്ക്കും അച്ഛനും കാപ്പി വെച്ചു. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ
തോരൻ വെക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഞാൻ തോരൻ വെക്കുമ്പം നേരത്തെയൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊക്കെ സമയമില്ലെങ്കിൽ തോരൻ വെക്കും. ഇതിപ്പോൾ ഞാൻ ആദ്യം ആ കായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ കടുകും കൂടെ പൊട്ടിച്ചിട്ട് അത് മാത്രം വേവിച്ചെടുത്തു. അതിനുശേഷം ഞാൻ സാധാരണ സബോളയാണ് ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചുവന്നുള്ളി ഇടാം, അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച കായൊക്കെ കൂടി ഇട്ട്, അപ്പോൾ അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാം. അപ്പോൾ പിന്നെ കോളേജിൽ പോകാൻ നേരെ റെഡി ആയാൽ മതിയല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. മോൻ എണീറ്റിട്ടില്ലായിരുന്നു കേട്ടോ. അവൻ സാധാരണ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നതാണ്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആൾ നല്ല ഉറക്കമായിരുന്നു. അപ്പം ഞാൻ പിന്നെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്, കോളേജിലേക്ക് പോകാൻ. അപ്പം അങ്ങനെ ഞാനിവിടെ ഈ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൾ എണീറ്റു. നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതായത് കട്ടിലേൽ അവൻ കിടക്കുന്നതും ഒക്കെ. അപ്പം ഞാനിങ്ങനെ ലൈറ്റ് ഇട്ടത് കൊണ്ടായിരിക്കാം ആൾ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റ് പോന്നു. അങ്ങനെ കുറച്ച് നേരം അവനെ എടുത്ത് കളിപ്പിച്ചു. അതിനുശേഷം അവനെ ബെഡിലിരുത്തിയിട്ട് പിന്നെ ഞാൻ ബാക്കി മേക്കപ്പൊക്കെ ഒന്ന് ചെയ്ത് വേഗം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ മേക്കപ്പൊന്നുമില്ല. ഇപ്പം ഡെയിലി തന്നെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാറുണ്ട്, അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്കിൻ കെയർ എങ്ങനെ ചെയ്യാറുണ്ടോ, ഹെയർ കെയർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഈ ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലിപ്പോൾ വളരെ കുറവാണ്. നേരത്തെ സമയത്ത് ഒത്തിരി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താണ് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളത് വല്ലപ്പോഴും പോയി ചെയ്തിട്ട് കാര്യമില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മളത് കൺസിസ്റ്റൻ്റായി ചെയ്തത് കൊണ്ടല്ലേ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഒരു ഇടക്കാലം കൊണ്ട് അതെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഫേസിലാണെങ്കിൽ ഈ പറഞ്ഞ മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഇടയ്ക്ക് ഈ മുൾട്ടാണിയും റോസ് വാട്ടറും കൂടെ തമ്മിലുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ വളരെ എന്താ പറയുക ചുരുക്കമായിട്ടുള്ളൂ. ശരിക്കും ഞാനത് വാങ്ങിച്ചു വെച്ച സമയത്ത് ഞാൻ ഓർത്തു ഓക്കെ ഒരു വീക്കിലി ഒരു ട്വൈസ് എങ്കിലും ചെയ്യണം എന്ന് ഓർത്തു. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും അതോടെ ഇരിപ്പുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഞാൻ സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഹെയറിൽ ഞാൻ ആ കാണിക്കുന്ന ഹെയർ ഓയിൽ ഉണ്ടല്ലോ, കൺമഷി ഹെയർ ഓയിൽ, അത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കുളിക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഹെയർ. അങ്ങനെ ഞാൻ ദേ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ലാബുള്ള ദിവസമാണേ. പക്ഷേ ഇന്ന് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് ചേച്ചി ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു, അതെല്ലാം എടുത്തു വെക്കുന്നത്. പിന്നെ മിസ്സ് കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സാധനങ്ങളെല്ലാം അവർക്ക് ചെയ്യാനുള്ള അതെല്ലാം എടുത്തു വെക്കുവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഇന്ന് കിട്ടും, കാരണം ലാബായതുകൊണ്ട് ആദ്യത്തെ ഒരു 1.5-2 മണിക്കൂറോളം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് സമയം പോകുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ടൈം നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഇതൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ച് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്കാണ് കേട്ടോ. അത് ഞാൻ നോട്ടായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. റാങ്ക് ഫയൽ നോക്കി അധികം പഠിക്കാറില്ല, കാരണം റാങ്ക് ഫയലിൽ വളരെ കണ്ടൻറ്റ് കുറവാണ് കേട്ടോ ഈ ഒരു സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ ഞാനത് നേരത്തെ പഠിച്ച സമയത്ത് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാണ് അത് പഠിക്കുന്നത്. അതിനുശേഷം ഞങ്ങളിത് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ താഴെ ബേക്കറിയിൽ നമുക്കവിടെ ചിക്കൻ ബൺ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് കേട്ടോ. അത് വളരെ ടേസ്റ്റിയാണ്, ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ പോയി അവിടെ ചെന്നപ്പോൾ നല്ലോണം മഴ പെയ്തു. പിന്നെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ കോട്ടൊക്കെ ഇട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചേച്ചി ചായ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ എന്തായാലും ഒരു മണിക്കൂറോടെ എങ്ങനെയാണെങ്കിലും പഠിക്കാൻ ഒരു സമയം കിട്ടും. ആ സമയം കൂടെ നമുക്കവിടെ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മാത്സ് കുറച്ച് സമയം പഠിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാത്സ് ഞാൻ എപ്പോഴും പഠിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് ചെയ്തു നോക്കും, എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് തെറ്റിപ്പോയത് എന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടാണ് പഠിക്കാറുള്ളത്. നേരത്തെ എനിക്ക് മാത്സിന് ഇങ്ങനെ ടോപ്പിക് വൈസ് എഴുതുന്ന ബുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഒത്തിരി ബുക്കായപ്പോഴത്തേക്ക് എനിക്ക് തന്നെ അത് കൊണ്ടുപോകാൻ മടിയായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഒറ്റ ബുക്കിൽ ഇങ്ങനെ PYQs എഴുതി പോകാം എന്നോർത്തു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു ബുക്കിലാണ് കേട്ടോ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കും ഞാൻ എന്താ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് എഴുതുന്നതെന്ന്. പക്ഷേ ഇത് ആക്ച്വലി നമ്മൾ സെൽഫി മോഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. ഞാൻ ശരിക്കും റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്കിത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഡ്യൂട്ടി ലീവ് വാങ്ങാനുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഒരു സെമ്മിൽ പ്രോജക്റ്റ് ആൻഡ് വൈവയ്ക്ക് ഞാൻ വേറൊരു കോളേജിൽ എക്സ്റ്റേണൽ എക്സാമിനറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂർ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഡ്യൂട്ടി ലീവിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും. മീൻസ് ഒരു എന്താണ് ഡ്യൂട്ടി ലീവ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു സാധനം തരും. അത് നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളിനെ കൊണ്ട് സൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ദിവസത്തെ ലീവ് പോവില്ല, അതിന് പകരം അത് ഡ്യൂട്ടി ലീവ് ആയിക്കോളും. അപ്പം നമുക്കങ്ങനെ നമ്മുടെ ടോട്ടൽ ലീവിൽ നിന്ന് അത് പോവില്ല. അപ്പം ഞാൻ അത് പിന്നെ പ്രിൻസിപ്പളിൻ്റെ എടുത്തുകൊണ്ട് കൊടുത്തു. പ്രിൻസിപ്പളിൻ്റെ സൈൻ ഇട്ടിട്ട് അത് ഓഫീസിൽ കൊണ്ടേൽപ്പിച്ചു. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കോളേജിൽ നിന്ന് പിന്നെ പോന്നു കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലെത്തി. അപ്പം ഏട്ടൻ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ആൾ ഒരു 4:30 ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ അച്ഛന് പനിയായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനുമായിട്ടൊന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഏട്ടനും അച്ഛനും കൂടെ തന്നെ പോവേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഏട്ടൻ എന്നെ നിർബന്ധിച്ചു, നീയും കൂടെ വാ, ചുമ്മാ വാവയായിട്ട് വെറുതെ അവിടെ വരെ പോയി തിരിച്ചു വരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പം ഞാനും വാവയും പോയില്ലെങ്കിലും ആൾക്ക് തന്നെ പോയിട്ട് വരാവുന്ന സ്ഥലമാണെങ്കിൽ എപ്പോഴും ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഓർക്കും അങ്ങ് പോകും. എനിക്കിഷ്ടമാണ് ചുമ്മാ ഇങ്ങനെ വണ്ടിയിൽ കറങ്ങി അടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയൊക്കെ തിരക്കുകളുള്ളതുകൊണ്ടാണ് ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കുന്നത്. പിന്നെ എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവനാണെങ്കിൽ വാവയ്ക്കാണെങ്കിൽ വണ്ടിയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കാറിനോ ബൈക്കിന് നമുക്കവനെ ബൈക്കോ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്കവനെ ഇപ്പോൾ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നടുക്കിരുത്തിയാലും പുള്ളിക്ക് എണീറ്റ് നിൽക്കുകയൊക്കെ വേണം. പക്ഷെ കാറിലാവുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോഴത്തേക്കും ഒരു ഇഷ്യൂ ഉണ്ട്. ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ ഏട്ടൻ ഡ്രൈവിങ് സീറ്റിലിരിക്കുന്ന കാണുമ്പോൾ ആൾക്ക് അവിടെ ചെന്നിരുന്ന് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്തായാലും പോയേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 4 പേരും, അതായത് ഞാനും അച്ഛനും ഏട്ടനും വാവയും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കൊറിയർ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവരെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കുറച്ച് വലിയ സാധനമാണ്. ഒന്ന് വാവയുടെ ഡൈപ്പറും പിന്നെ ഒരെണ്ണം വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡുമാണ്. അപ്പോൾ അത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൂടെ തിരിച്ചു പോകുന്ന വഴിക്ക് കാറിനല്ലേ പോകുന്നത്, അപ്പോൾ എടുത്തുകൊണ്ട് പോരാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന പച്ചക്കറി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഹോൾസെയിലായിട്ട് പച്ചക്കറിയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത്, അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുന്ന സമയത്ത് ആ ഒരു പച്ചക്കറി കടയിൽ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ടൗണിലുള്ളിടത്തു നിന്നാണ് വാങ്ങാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ വൈകുന്നേരവും ആ ഒരു ഡേ ഫുൾ ഓൾമോസ്റ്റ് മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി കളക്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഏട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് 2 ബോക്സസ് ആണ് കേട്ടോ. ഒന്ന് ഡൈപ്പറാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും തന്നെ ഇത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ അവൻ്റെ ഡൈപ്പറൊക്കെ വാങ്ങുന്നത്. അതാകുമ്പോൾ നല്ല ഓഫറുണ്ട്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്, ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ ഞങ്ങളിങ്ങനെ ബിസ്മി, റിലയൻസ് ഒക്കെ പോലെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫർ വരുന്ന സമയത്ത് വാങ്ങുമായിരുന്നു. പക്ഷെ അതിലും നല്ല വ്യത്യാസമുണ്ട് റേറ്റിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത്. അത് ആ ഒരു ഓഫറൊക്കെ നോക്കി വാങ്ങിച്ച് വെക്കണമെന്ന് മാത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്, വില കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. നല്ല വില ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ നമ്മൾ ഒരു 1000 റേഞ്ചിലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഡയപ്പർ ഇപ്പോൾ ഒരു 700 അല്ലെങ്കിൽ ഒരു 600 സംതിങ്ങിനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വാങ്ങുമ്പോഴത്തേക്കും ഞാൻ ബൾക്കായിട്ടുള്ള വലിയ പാക്കറ്റാണ് വാങ്ങുന്നത്. 72-80 എണ്ണമൊക്കെ ഉള്ള പാക്കറ്റാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് കിട്ടുമല്ലോ. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതിങ്ങനെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ. ഇത് ഞാൻ ഏതോ ഒരു റീലിൽ ഇൻസ്റ്റഗ്രാമിൽ മറ്റോ കണ്ടാണ് കേട്ടോ. പക്ഷേ അത് വളരെ ഹെൽപ്ഫുള്ളായി എനിക്ക് തോന്നി. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ അലമാരിയിലേക്ക് വെക്കുമ്പോൾ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വാഷിംഗ് മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡായിരുന്നു. അപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 10 ലിറ്റർ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് 5 ലിറ്റർ മാത്രമാണ്. പിന്നെ ആ വന്നതിൻ്റെ ക്വാളിറ്റിയും അത്ര പോരാൻ തോന്നുന്നു. അപ്പോൾ ഞാനത് എന്തായാലും റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോയിൽ കാണിക്കാത്തത്.
അപ്പം നമ്മൾ അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്ന് വാവയ്ക്ക് ഫുഡ് കൊടുത്ത് എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 8:30 8:45. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ആ ക്ലാസ് തീരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും, ഒരു 10 മണിയൊക്കെ ആവുമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിക്കാമെന്ന്. കാരണം ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു മടി ചിലപ്പോൾ തോന്നിയെന്നിരിക്കും. പിന്നെ ഇതൊക്കെ അത്ര ഒരു ഇന്ന് തന്നെ അങ്ങനെ നമുക്ക് ടു ആ ഒരു ഡേറ്റ് തന്നിട്ട് അതിനുള്ളിൽ എടുത്തു കൊടുക്കണം എന്ന് പറയുന്ന ക്ലാസ്സസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മടി പിടിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ റിവിഷൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ നേരെ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.